ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഒരു 4-5 അപ്ഡേറ്റുകൾ മാത്രമാണുള്ളത്. പെട്ടെന്ന് പറയാം, പെട്ടെന്ന് പോകാം, അത് മാത്രമാണ് ഉദ്ദേശം. സോ തുടക്കം തന്നെ മാരകയറ്റായിട്ട് നമുക്ക് തുടങ്ങാം. മാരകയറ്റം എന്ന് പറഞ്ഞാൽ മാർക്കോ, അല്ലാതെ ഏതാണ് ഇപ്പോൾ വരാനുള്ളത് മാരകയറ്റം? എനിക്ക് പേഴ്സണലി ഈ അടുത്ത് വരാനിരിക്കുന്ന സിനിമകൾ വേറൊരു സിനിമയും മാരകയറ്റായിട്ട് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് എംപുരാൻ പോലുള്ള സിനിമകളുണ്ട്, പക്ഷെ ഏറ്റവും അടുത്ത് വരാനിരിക്കുന്ന ഈ വർഷം വരാനിരിക്കുന്ന സിനിമകളിൽ അത് മാർക്കോ തന്നെയാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷെ ഹൈപ്പ് ഭയങ്കരമായിട്ടുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും സിനിമയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IMDbയുടെ റേറ്റിംഗിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളിൽ IMDb റേറ്റിംഗ് കൊടുത്തതിൽ 6ാം സ്ഥാനത്തായിരുന്നു മാർക്കോ. അത് പിന്നീട് 5ാം സ്ഥാനത്തേക്ക് വന്നു. ഇപ്പോൾ അതെ 3ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. ടോപ്പ് 3യിലാണ് വന്നിരിക്കുന്നത്. എന്താ അല്ലെ, ഇന്ത്യൻ സിനിമകളാണ്, മറ്റൊരു മലയാള സിനിമ ഇല്ല. ഈ വാർത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്നത് അവന്റെ വരവിനായി. IMDb ലിസ്റ്റിൽ 3ാം സ്ഥാനത്തേക്ക് കുതിച്ച് മാർക്കോ. 2 ദിവസം മുൻപ് പ്രേക്ഷകർ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന ആദ്യത്തെ 5 ഇന്ത്യൻ സിനിമകളുടെ IMDb പട്ടികയിൽ മലയാളത്തിൽ നിന്നും ഇടം നേടിയ ഏക ചിത്രമായിരുന്നു മാർക്കോ. 5ാം സ്ഥാനത്ത് നിന്നും ഇന്നിപ്പോൾ മറ്റുള്ള പടങ്ങളെ പിന്നിലാക്കി 3ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചതാണ്. ഇനി പുതിയ അപ്ഡേറ്റ് വരട്ടെ. കൂടുതൽ പറയാനുള്ള പേടി കൊണ്ട് തൽക്കാലം അവിടെ നിർത്തിയിരിക്കുകയാണ്. കാണാം, കണ്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ്, ചിയാൻ വിക്രത്തിന്റെ വീര ധീര സൂര എന്ന് പറയുന്ന സിനിമ വളരെ പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. കാരണം ഒരു പഴയ പവർഫുൾ എനർജറ്റിക് പെർഫോമൻസ് പുള്ളിക്കാരനെ നമുക്ക് കാണാൻ കഴിയും ഈ സിനിമയിലാണ് തോന്നുന്നത്. ടീച്ചറൊക്കെ ലിറ്റ് സൂപ്പർ സാധനമായിരുന്നു. സോ ആ സിനിമയ്ക്ക് ശേഷം ഇനി ചെയ്യാൻ പോണത് ചിയാൻ 63, 63ാമത്തെ ചിത്രം. നമ്മുടെ മണ്ടേല, അതുപോലെ മാവീരൻ തുടങ്ങിയ സിനിമകൾ ചെയ്തിട്ടുള്ള മഠോൻ അശ്വിൻ എന്ന് പറയുന്ന സംവിധായകന്റെ ചിത്രമായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഓൾറെഡി അതിനെ കുറിച്ച് മുമ്പേ സംസാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. സോ മാവീരൻ സംവിധായകനൊപ്പം ചിയാൻ വിക്രം വീരധീര സൂര്യന് ശേഷം ഒരുങ്ങുന്ന വിക്രമിന്റെ പുതിയ ചിത്രം ചിയാൻ 63 പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, തൃഷയും സൂര്യയും വീണ്ടും ഒന്നിക്കുന്നു. 2-3 സിനിമയിൽ മാത്രമാണ് ഇവർ ഇതിനു മുമ്പ് ഒന്നിച്ചിട്ടുള്ളത്. എന്നാൽ വീണ്ടും സൂര്യ 45 എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിലോട് കൂടി ഇവർ വീണ്ടും ഒന്നിക്കാൻ പോവാണ്. സൂര്യ 45ന്റെ പോസ്റ്ററൊക്കെ അധികം ആളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. വളരെ നൈസായിട്ട് സൈലന്റ് ആയിട്ട് വന്ന സാധനമായിരുന്നു. എന്നാൽ വന്നതിന് ശേഷം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട സിനിമ കൂടിയാണ്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം സൂര്യയും തൃഷയും ഒന്നിക്കുന്നു കൊണ്ടാണ് ന്യൂസ് വന്നിട്ടുള്ളത്. 2022 സൂര്യ നായകനെത്തിയ മൗനം പേസിയറി എന്ന ചിത്രത്തിലൂടെയാണ് തൃഷ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ഹരി രചനയും സംവിധാനം നിർവഹിച്ച് ശരൺ നിർമ്മിച്ച 2005 ഇന്ത്യൻ തമിഴ് ഭാഷ ആക്ഷൻ സിനിമ ആറു ഒരു ഗംഭീര സിനിമയായിരുന്നു. അതിലും ഇവരൊരുമിച്ച് വന്നു. പിന്നീട് 2010 പുറത്തിറങ്ങിയ തൃഷയുടെ മന്മഥ അമ്പു ഞാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്താം. സൂര്യ അതിഥിവേഷത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സൂര്യ 45 നായിക തൃഷയാണ്. നല്ല കോംബോ ആണ്, സൂപ്പർ സിനിമയായിരിക്കും പ്രതീക്ഷിക്കാം. മഹേഷ് ബാബു രാജമൗലി, ഒരു പക്ഷെ ഇനി വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമയിൽ വൻ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് ഈ രാജമൗലി മഹേഷ് ബാബു ഒരുമിക്കുന്ന സിനിമ. ഓഫ് കോഴ്സ് അതിന്റെ കാരണം രാജമൗലി തന്നെയാണ്. പുള്ളിക്കാരന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ അത് വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമ തന്നെയാണ്. ആൻഡ് മഹേഷ് ബാബുവിനെ നന്നായിട്ട് അറിഞ്ഞ് പണിയെടുപ്പിക്കും എന്ന രീതിയിലൊക്കെ ഒരുപാട് നല്ല രസകരമായ കമന്റുകളൊക്കെ വന്നിരുന്നു. അതായത് പുള്ളിക്കാരൻ ഇതുവരെ ചെയ്ത സിനിമയിൽ നിന്ന് വളരെ ഡിഫറെന്റ്ലി ആ ക്യാരക്ടറിന് അത്രയും നല്ല പണിയെടുക്കേണ്ടി വരുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രാജമൗലിയുടെ കയ്യിൽ കിട്ടിയ എന്താണെന്ന് നമ്മൾ പലതവണ കണ്ടതാണ്. പ്രഭാസിനെയൊക്കെ നന്നായിട്ട് അധ്വാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നായികയായിട്ട് വരുന്നത് പ്രിയങ്ക ചോപ്രയാണ്. വാർത്ത എങ്ങനെയാണ്? രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിൽ നായിക പ്രിയങ്ക ചോപ്ര. 1,300 കോടി ഇതിനുള്ളിലാണ് ഇതിന്റെ ബജറ്റ് വരുന്നത്. എന്തായിരിക്കില്ല അപ്പോൾ 1000 മുതൽ 1300 കോടി വരെ, മേ ബി പ്രൊമോഷൻസ് അടക്കം 1300 കോടി തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ സിനിമ 2025 ചിത്രീകരണം ആരംഭിക്കുക. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ അവസാന ഘട്ടത്തിലാണ് എന്നാണ് കേൾക്കുന്നത്. അടുത്തത് ബാറോസ് എന്ന് പറയുന്ന സിനിമ എന്താകും എന്നുള്ളത് കണ്ടറിഞ്ഞേ പറ്റൂ. അല്ലാതെ ഒരു രക്ഷയില്ല. നമുക്ക് ഒരു തരത്തിലുള്ള ഹൈപ്പും കൊടുക്കാത്ത, ഞാൻ ഇന്നേ വരെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞതിൽ യാതൊരു ഹൈപ്പും ഒട്ടും കൊടുക്കാത്ത ഒരു സിനിമയാണ് ബാറോസ്. കുട്ടികളെ ഇപ്പൊ നമ്മുടെ അക്ഷയ് കുമാർ ഒക്കെ ഈ അടുത്ത് അതിന്റെ ഹിന്ദി ട്രെയിലർ ലോഞ്ച് ചെയ്തതിനു ശേഷം സംസാരിക്കും. പിന്നീട് പല ഇന്റർവ്യൂലൊക്കെ പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കുടുംബസമേതം പോയി സിനിമ കാണും, ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. വീണ്ടും ഇവരൊക്കെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. ഓഫ്കോഴ്സ് നമുക്കത് അറിയാം, അവരും പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് ആൻഡ് ക്രൂ ആണെങ്കിൽ ലാലേട്ടനൊക്കെ പറയുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന ഒരു ഫാന്റസി സിനിമയാണ് ബാറോസ്. പക്ഷേ ഇവിടെ സംവിധായകൻ മോഹൻലാൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ
ഏത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഏത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞാലും പ്രതീക്ഷ സ്വാഭാവികമായും വരും. കാരണം പുള്ളി എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ത്വര എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഇത് കമ്പയർ ചെയ്യുക വലിയ സിനിമകളായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇത് വലിയ സിനിമയായിട്ട് വരുന്നുണ്ട്, കുട്ടികൾക്ക് സിനിമയാണെന്നുള്ളതൊക്കെ അവരും മറന്നു പോകും. അപ്പൊ അങ്ങനത്തെ ഒരു സാധ്യത അവിടെ വരാനുണ്ട്. ഭയങ്കര ചലഞ്ചിങ് ആണ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ആളുകളെയും ഒരു പരിധി വരെയെങ്കിലും തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ലാലേട്ടനുണ്ട്, വലിയൊരു ചലഞ്ച് ലാലേട്ടനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ 3D ഇഫക്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് വരുമ്പോൾ 2D ഇറക്കുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 3D മാത്രമാണ് തിയേറ്ററിലേക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ എല്ലാവരും ആ 3D ഇഫക്റ്റ് കണ്ട് ഭയങ്കര ഒരു എന്താ പറയാ റിവ്യൂവും കാര്യങ്ങളും മൗത്ത് പബ്ലിസിറ്റി ഒക്കെ വന്നാൽ, മൗത്ത് പബ്ലിസിറ്റിന്റെ ആവശ്യമൊന്നുമില്ല, എന്താ പറയണേ അല്ലേ, ലാലേട്ടന്റെ സിനിമയല്ലേ. അപ്പൊ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നാൽ ഇത് കയറി കൊളുത്തുകയും ചെയ്യും. എന്തായാലും സിനിമയുടെ FDFS ഫാൻ ഷോസ് രാവിലെകളിൽ പുലർച്ചെയുള്ള ഫാൻ ഷോസ് ഇല്ല എന്ന രീതിയിലാണ് കേൾക്കുന്നത്. 9:30 ആദ്യ ഷോ കളിക്കുക എന്ന രീതിയിലും കേൾക്കുന്നുണ്ട്. ഈവൻ 9 മണിക്ക് 9:30 ഓൾറെഡി ആ ടൈമിൽ ഒരുപാട് ഷോ കളിക്കുന്ന തിയേറ്റേഴ്സ് ഉണ്ട്. എന്നാൽ നമ്മളിവിടെ മാത്രമല്ല, ഏകദേശം ഒരു 70% തിയേറ്ററുകളിലും ഈ 7 മണിക്കും 7:30 സോറി 9 മണിക്കോ 9:30 ഒന്നുള്ള ഷോ ഇല്ല. 11 മണിക്കാണ് ആദ്യ ഷോ, മോർണിംഗ് ഷോ കളിക്കുന്നത്. അപ്പൊ 9:30 എന്ന് പറയുമ്പോൾ ആ ടൈമിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, കണ്ണൂരൊക്കെ 9 മണിക്ക് ഓൾറെഡി ഇപ്പോഴും ഷോ, നോർമൽ ഷോസ് തന്നെ കളിക്കുന്നുണ്ട്. സോ 9:30 FDFS. അതെന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ പിന്നെ അവർ അറിയിക്കായിരിക്കും. ജസ്റ്റ് ഒരു 14-ാം തീയതി 25-ാം തീയതി സിനിമ വരുന്ന ദിവസമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൽ മാറ്റം വരാനുള്ള സാധ്യതകളും കാണുന്നില്ല. പിന്നെ ലാലേട്ടനായതുകൊണ്ട് ഫാൻസ് വിചാരിച്ചാൽ ടപ്പേന്ന് റപ്പ വിട്ടും പറഞ്ഞ പോലെ റപ്പ തീരുമാനം എടുക്കാൻ കഴിയും. സോ സ്റ്റേ ട്യൂൺ.